ചൂരൽമലയിലെയും മുണ്ടക്കയിലെയുമൊക്കെ ദുരന്തബാധിതർക്ക് അതിവേഗം പുനരധിവാസം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. താൽക്കാലിക പുനരധിവാസം, അതായത് സർക്കാർ തലത്തിൽ സർക്കാരിന് ലഭ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ കണ്ടെത്തി, ഒപ്പം തന്നെ മറ്റു വാടക വീടുകൾ കണ്ടെത്തി അതൊക്കെ എത്രയും വേഗം അങ്ങോട്ടേക്ക് കുടുംബങ്ങളെ മാറ്റുക എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. അതിനനുസരിച്ച് ഇപ്പോൾ ഈ കാണുന്നത് PWDയുടെ ക്വാർട്ടേഴ്സാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു കൊച്ചുവീടല്ല, അത്യാവശ്യം മുറികളൊക്കെ ഉണ്ട്, കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇതുപോലെ ഏകദേശം 27 ക്വാർട്ടേഴ്സുകൾ ഇവിടെ പലയിടങ്ങളിലായി, ഇത് കൽപ്പറ്റയോട് ചേർന്നാണ്, പലയിടങ്ങളിലായി ഉണ്ട്. ഒപ്പം തന്നെ ജില്ലയിലാകെ ഒരു 70ഓളം ക്വാർട്ടേഴ്സുകൾ അത് PWD ക്വാർട്ടേഴ്സ് വരും, മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ വകുപ്പുകളുടെ കെട്ടിടങ്ങൾ വരും. അങ്ങനെ ഏകദേശം 70ഓളം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഇവിടെയൊക്കെ എത്തി നേരിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 27 ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ക്വാർട്ടേഴ്സുകൾ മുഴുവൻ ക്യാമ്പ് അംഗങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അതിനു പുറമെ മറ്റു വകുപ്പുകളുടെ ക്വാർട്ടേഴ്സ് അടക്കം 64ഓളം ക്വാർട്ടേഴ്സുകൾ. ഒപ്പം മറ്റ് രീതികളിൽ, അതായത് വാടക വീടുകൾ നൽകാൻ ആളുകൾ മുന്നോട്ട് വരണമെന്നൊരു അഭ്യർത്ഥന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതിനുകൂടി ആളുകൾ തയ്യാറാകും. ഇതിനോടകം തന്നെ പലരും സ്വന്തം നിലയ്ക്കും വാടക വീടുകളൊക്കെ കണ്ടെത്തി മാറാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കൊരു വീട്ടിൽ തീർച്ചയായും എപ്പോഴും ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിട്ടുണ്ടാവുക പച്ചപ്പുകളായിരിക്കും. ഇവിടെ ഇപ്പോഴേ ചെറിയ പച്ചപ്പുകൾ ഇങ്ങോട്ടേക്ക് പുതിയ ജീവിതം തേടിയെത്തുന്നവരെ കാത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ തളിർക്കട്ടെ ഇനി ഇവിടെ പുതിയ ജീവിതങ്ങൾ. ഒപ്പം ഒരു വീട്ടിൽ ജീവിതം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായും ആ ജീവിതം അവിടെ പ്രതിഫലിക്കുന്നത് അവിടുത്തെ കലണ്ടറിലാണ്. ഇതിപ്പോൾ മാർച്ചിൽ അവസാനിച്ചതാണ് ഇവിടുത്തെ ഒരു മനുഷ്യ സാന്നിധ്യം. ഇനി അത് ഓഗസ്റ്റിലേക്ക് എത്തും. ദുരന്തം വിതച്ച ആ ജൂലൈയെ മറന്നു കളയാം. ഇനി പ്രതീക്ഷയുടെ ഓഗസ്റ്റ് ആകട്ടെ. ഇതിലെ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് അവർ ചേക്കേറും. പിന്നീട് ആ ജീവിതങ്ങൾ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെയുള്ള ദിവസങ്ങളിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ബിനു പാമ്പയ്ക്കൊപ്പം കൽപ്പറ്റയിൽ നിന്നും ദിവിഷ് മണി, മാതൃഭൂമി ന്യൂസ്.